ആദ്യത്തെ മരുന്നെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഷുഗർ കുറയുന്നില്ലെങ്കിൽ നമ്മൾ മരുന്നുകളിലോട്ട് കൃത്യമായിട്ട് ഉള്ള മരുന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ള മരുന്നുകളിലോട്ട് നീങ്ങേണ്ടതുണ്ട്. പക്ഷെ അവരോടത് പറഞ്ഞപ്പോൾ അവരത് പൊട്ടിക്കരയാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഞാൻ കുറച്ച് നേരം മിണ്ടാതിരുന്നു, അവരെ കരയാൻ അനുവദിച്ചു. പതുക്കെ ഞാൻ സംസാരിച്ചു തുടങ്ങി. ഞാൻ പ്രമേഹം എന്താണെന്നും പ്രമേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും ഞാൻ പറഞ്ഞു. അവർക്ക് ടൈപ്പ് 2 പ്രമേഹമായിരുന്നു. അപ്പോൾ ഈ ടൈപ്പ് 2 പ്രമേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കൺട്രോളിൽ വെക്കുകയാണ്, നിയന്ത്രണത്തിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങളൊരു 100 വയസ്സെത്തിയാലും പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് നിങ്ങളെ ബാധിക്കില്ല. അത് വേറൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ ലോകത്തെ 3ആയി വിഭജിക്കുന്നു എന്ന് വിചാരിക്കുക. 1 പ്രമേഹം ഇല്ലാത്ത ആൾക്കാർ, 2 പ്രമേഹം ഉണ്ടെങ്കിലും പ്രമേഹ നിയന്ത്രണത്തിൽ വെക്കുന്ന ആൾക്കാർ തുടക്കം തൊട്ടേ, 3 പ്രമേഹമുണ്ട് മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടെന്നാൽ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ല, പ്രമേഹത്തിൻ്റെ ടെസ്റ്റ് ചെയ്താൽ ഒരിക്കലും നിയന്ത്രണത്തിൽ ഉണ്ടാവാറില്ല. ഈ 3 വിഭാഗങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 3ാമത്തെ വിഭാഗം നമുക്കറിയാം ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്ന ഒരു വിഭാഗമാണ്. പ്രമേഹമുണ്ട്, നിയന്ത്രണത്തിലല്ല, ജീവിതശൈലി നല്ലതല്ല, അപ്പോൾ അവർക്ക് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നേരെ മറിച്ച് ഈ നോർമൽ ആൾക്കാരും പ്രത്യേകിച്ച് ചെറുപ്പക്കാരും മധ്യവയസ്കരിൽ കൺട്രോൾഡ് പ്രമേഹമുള്ളവരെയും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾഡ് പ്രമേഹമുള്ളവരാണ് ഇപ്പോൾ ആരോഗ്യവാനും ആരോഗ്യവതിയായിട്ട് കുറേ കാലം ജീവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണം വളരെ രസകരമാണ്. ഇപ്പോൾ പ്രമേഹം നമുക്കില്ലെങ്കിൽ നമ്മളൊന്നും യാതൊരു വിധത്തിലുള്ള ചെക്കപ്പുകളും നടത്തുന്നില്ല. ഷുഗർ, കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടോ, ഇത്തരം ചെക്കപ്പുകളൊന്നും നമ്മൾ ഒരിക്കലും നടത്തില്ല. 2, നമ്മുടെ ജീവിതശൈലി നമ്മൾ യാതൊരു തരത്തിൽ ശ്രദ്ധിക്കില്ല. ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുന്നവരായിരിക്കും, പുറത്തുനിന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്, ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് ഒരു തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കാലത്തെ സാഹചര്യങ്ങൾ നമ്മൾ ആരോഗ്യത്തെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നവയാണ്. നേരെ മറിച്ച് കൺട്രോൾഡ് പ്രമേഹമുള്ള ഒരാളാണെങ്കിൽ ഇതൊന്നും അവർക്ക് ബാധിക്കുന്നില്ല. അവരുടെ ജീവിതശൈലി ഒരുവിധം ലൈനിലായിരിക്കും. കാരണം കൺട്രോൾഡ് പ്രമേഹം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ജീവിതശൈലി നല്ലതാണെങ്കിലേ കൺട്രോൾ ആവുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവരുടെ ചെറിയ തോതിൽ എക്സസൈസ് ചെയ്യുന്നുണ്ടാവും, കറക്റ്റായിട്ട് ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഒരുപാട് ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഒരുപാട് ജങ്ക് ഫുഡ്സോ അല്ലെങ്കിൽ ഭയങ്കര മോശം ഭക്ഷണ രീതിയിലേക്ക് അവർ പോകാറില്ല. അവരുടെ പ്രമേഹം നിയന്ത്രണത്തിലുള്ളത് കാരണം അവർ കൃത്യമായി ചെക്കപ്പുകൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. കൊളസ്ട്രോൾ ഉണ്ടോ, ഫാറ്റി ലിവർ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ഫോളോ അപ്പുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവരെ നമ്മളൊരു 10-20 വർഷം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺട്രോൾഡ് പ്രമേഹമുള്ളവരാണ് കൂടുതൽ കാലം ആരോഗ്യവാനും ആരോഗ്യവതിയായിട്ടും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ ഗുളികൾ അല്ലെങ്കിൽ മരുന്നുകൾ എടുക്കാമെന്നുള്ള കാര്യം സമ്മതിച്ചു. അതിൽ സന്തോഷമുള്ള കാര്യം, അന്ന് കരഞ്ഞിട്ട് പോയ ഒരാൾ ഇന്നലെ ചിരിച്ചുകൊണ്ട് വന്നിരുന്നു. കാരണം അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി, പ്രമേഹം കുറഞ്ഞ്, ഞങ്ങൾ മരുന്നുകൾ കുറച്ചു. കാരണം തുടക്കത്തിൽ നമുക്ക് മരുന്ന് കുറച്ച്, ചില ആൾക്കാർക്ക് മരുന്നുകൾ ഒരുപാട് ഡോസ് കുറച്ച് സ്റ്റോപ്പ് ചെയ്യാനും പറ്റാറുണ്ട്, ഒരു പ്രത്യേക പെർസെൻറ്റേജ് ആൾക്കാർക്ക്. അത് പല